ഇവിടെ ട്രാഫിക് പോലീസ് ഓഫീസർ ഓവർ സ്പീഡിൽ വരുന്ന ഒരു കാറ് തടഞ്ഞു നിർത്തുകയാണ്. നിർത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അയാളുടെ ചീഫായിരുന്നു എന്ന്. എന്നാലും നമ്മുടെ ജിയോങ് അയാളുടെ കയ്യിൽ നിന്ന് ഫൈൻ അടപ്പിച്ച് വിടുകയാണ്. ഇതിൽ ദേഷ്യം ചീഫ് ഒരു ദിവസം നമ്മുടെ ജിയോങ്ങിനെ അയാളുടെ ഓഫീസിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ ഫേക്ക് ആയിട്ട് ഒരു ബാങ്ക് റോബറി ഡ്രില്ല് മീഡിയയുടെ വെച്ച് നടത്തണം, അത് നീ തന്നെ ലീഡ് ചെയ്യണമെന്നും അവനോടും പറയുകയാണ്. ആക്ച്വലി നമ്മുടെ ചീഫിന് അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെല്ലാം ചെയ്തത്. പക്ഷേ നമ്മുടെ ജിയോങ്ങിന് റോബറിക്ക് വേണ്ടി ബുക്കും മൂവീസ് എല്ലാം കണ്ട് നല്ലോണം പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ലാതെ റോബറിയുടെ തലേന്ന് അയാൾ ആ ഒരു ബാങ്കിൽ കയറി അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പൊ ജിയോങ്ങും ആ ഒരു ബാങ്കിൽ മോഷ്ടിക്കാനായി കയറുകയാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചീഫും ബാക്കിയുള്ള പോലീസ് ഗാർഡ്സും ആ ഒരു സ്ഥലത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ ചീഫ് മീഡിയയുടെ മുമ്പിൽ പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഞങ്ങൾ കള്ളന്മാരെ പിടിക്കുമെന്ന്. ആ പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ആ ഒരു ബാങ്കിന്റെ ഡോറും അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറ എല്ലാം നമ്മുടെ ജിയോങ് ഷാഡോ ചെയ്യുകയാണ്. ഇത് കണ്ട നമ്മുടെ ചീഫ് അവനെ ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, ഈ ഒരു ഡ്രിൽ ഇത്രയും സീരിയസ് ആയിട്ട് കൊണ്ടുപോകേണ്ടെന്ന്. പക്ഷേ നമ്മുടെ ജിയോങ്ങും കള്ളന്മാരുടെ കണക്ക് തന്നെ പെട്ടെന്ന് ഫോൺ വെക്കുകയാണ്. ഇതുകൊണ്ട് നമ്മുടെ ചീഫ് പേടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ ചീഫിന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഗാർഡിനെ ബാങ്കിന്റെ ഉള്ളിലോട്ട് കയറ്റുകയാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ളിൽ കയറി എന്ന് മനസ്സിലാക്കി നമ്മുടെ ജിയോങ് അവർ വോൾട്ട് റൂമിൽ കയറിയ സമയത്ത് വെന്റിലേഷൻ ഓഫ് ചെയ്യുകയാണ്. ഇത് കാരണം എയർ സർക്കുലേഷൻ കട്ട് അവർക്ക് ശ്വാസം വിടാൻ പോലും പറ്റാതെ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ അവസാനം ഡോറ് തുറന്ന് അവർ പുറത്ത് വരികയാണ്. അങ്ങനെ ഇപ്പൊ ലോക്കൽ ലെവലിൽ അറിഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു ന്യൂസ് നാഷണൽ ലെവൽ വരെ എത്തുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ജിയോങ് അവന്റെ ഡിമാൻഡ് പറയുകയാണ്. അവനും പറയുകയാണ് അവനൊരു ഷിപ്പും ഒരു ബസ്സും തരണം, എന്നാൽ മാത്രമേ ബാങ്കിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഹോസ്റ്റേഴ്സിനെ അവൻ പുറത്ത് വിടത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ജിയോങ്ങിന്റെ ഡിമാൻഡ്സ് കേട്ട ചീഫിനും പ്രശ്നമാകുകയാണ്. കാരണം അവന്റെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ച് നമ്മുടെ ചീഫിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതുകൊണ്ട് തന്നെ അവൻ പുറത്ത് വരുമ്പോൾ അവനെ കൊല്ലാൻ വേണ്ടി ഒത്തിരി ഗാർഡ്സിനെ നിർത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ ഹോസ്റ്റേജസ് എല്ലാം വെളിയിൽ വരികയാണ്. വന്ന് നോക്കുമ്പോഴേക്കും എല്ലാവരും ഒരേ കൂടെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കാരണം നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സും കൺഫ്യൂസ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ അവരെല്ലാവരും ആ ഒരു ബസ്സിൽ കയറി രക്ഷപ്പെടുകയാണ്. ഇത് കണ്ട നമ്മുടെ ചീഫിനും ദേഷ്യം നിന്ന് ആ ഒരു ബസ് ഫോളോ ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ നോക്കുമ്പോഴേക്കും അതിൽ നമ്മുടെ ജിയോങ് ഇല്ലായിരുന്നു. ആക്ച്വലി നമ്മുടെ ജിയോങ് ഈ ഒരു ഓഫീസേഴ്സിനെ എല്ലാം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മുടെ ജിയോങ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ രക്ഷപ്പെടുകയാണ്.